ഹലോ, അപ്പോൾ ഞാനിത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. വേറൊന്നുമല്ലടാ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യൂട്ടായിട്ടുള്ള DIY സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ബോ വരയ്ക്കും. നിങ്ങളൊന്നും പറയരുത്, കാരണം എനിക്ക് ബോ വരയ്ക്കാൻ മാത്രമേ അറിയുള്ളൂ എന്നൊന്നും പറയരുത്. ഈ ബോ ഇല്ലാത്ത ജീവിതം എനിക്ക് ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. എന്ത് ചെയ്യാനാ, സഹിച്ചേ പറ്റൂ. ബോ വരച്ചു, പിന്നെ സ്ട്രോബെറി, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസ്, ക്യൂട്ട് ഐറ്റംസ് ഒക്കെ വരച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ബ്ലാക്ക് പെന്നോ സ്കെച്ചോ മാർക്കറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ പെന്നാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ഈ അടുത്തൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ബ്ലൈൻഡ് ബാഗ് ആണ് നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ബ്ലൈൻഡ് ബാഗ് അൺബോക്സ് ചെയ്യുന്ന ഇഷ്ടമാണോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമ്മുടെ ചാനലിൻ്റെ പേര് മിസ് ക്രാഫ്റ്റിംഗ് കൂടെ എഴുതിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ കളർഫുള്ളാക്കി എടുത്തത് നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ. സ്ട്രോബെറിക്ക് റെഡ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. കാരണം നമുക്ക് എന്താണ് ക്യൂട്ടാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മുടെ കളറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു സാധനം ബട്ടർ പേപ്പർ, അല്ലെങ്കിൽ നമ്മുടെ നെയിം സ്ലിപ്പിൻ്റെ ബാക്കിലത്തെ ഒരു പേപ്പറില്ലേ, അതപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന എന്തോ വാൾപേപ്പർ വാങ്ങിച്ചതിൻ്റെ ബാക്കിലത്തെ ഒരു സാധനമാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ സെല്ലോ ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ വെട്ടി വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇല്ലേ, അതിങ്ങനെ വേറൊരു സെല്ലോ ടേപ്പിൽ ഇങ്ങനെ കമഴ്ത്തി ഒട്ടിച്ചു കൊടുക്കാം. വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. ഇനി എന്ത് ചെയ്യുക, ഈ സാധനങ്ങളൊക്കെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു സെല്ലോ ടേപ്പ് നമ്മൾ മുന്നേ എടുത്ത് വെച്ച സെല്ലോ ടേപ്പിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. സിമ്പിൾ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് എവിടെയാണോ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് ആ സമയത്ത് നമ്മളിത് പീൽ ചെയ്യുക, ഒട്ടിച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ സിമ്പിളായിട്ട് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാൻ പഠിച്ചില്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.